പ്രിയമുള്ളവരെ, വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും സഹിച്ച് ഒരു വലിയ മനുഷ്യന്റെ യാത്ര ഇന്ത്യ രാജ്യം കാണുകയുണ്ടായി. ഇന്ത്യ മുഴുവൻ വെയിലും മഞ്ഞും മഴയും കൊണ്ട് ചെയ്ത യാത്ര, 21 കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന യാത്ര, പാർലമെന്റിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടതായിരിക്കുന്ന യാത്ര, ഇഡിയുടെ 56 മണിക്കൂർ ചോദ്യം ചെയ്യലിന്റെ യാത്ര, എല്ലാം സഹിച്ചും ക്ഷമിച്ചും രാജ്യത്തെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് 1 ഇഞ്ച് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പ്രഖ്യാപിച്ച് 400 സീറ്റ് പ്രഖ്യാപിച്ച് 5 ലക്ഷത്തിന്റെ വാരണാസിയിലെ വോട്ടും പ്രഖ്യാപിച്ച് കടന്നു വന്ന നരേന്ദ്രമോദിയെ സ്വന്തം മലവെള്ളം പോലെ കടന്നു വന്ന മലവെള്ളപ്പാച്ചിലിനെ സ്വന്തം ഹൃദയം കൊണ്ട് തടുത്തു നിർത്താൻ നേതൃത്വം കൊടുത്ത വയനാടിന്റെ പ്രിയങ്കരനായ രാജകുമാരൻ രാഹുൽ ഗാന്ധി ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ND അപ്പച്ചേട്ടനെ ക്ഷണിക്കുന്നു. Respected Honorable, our MP, ഏറെ സമാദരണീയനായ നമ്മുടെ ശ്രീ രാഹുൽജി, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, ഏറെ പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാൽ MP അവർകളെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ പ്രസിഡന്റ്, കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫ്യൂസ് ഊരിക്കളഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയം കൊയ്ത ശ്രീ K. സുധാകരൻ MP അവരുകളെ, ഏറെ പ്രിയങ്കരനായ കേരളത്തിലെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശൻ അവരുകളെ, മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗവും രാജ്യസഭ MPയും കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ അബ്ദുൽ വഹാബ് MP അവരുകളെ, AICCയുടെ ജനറൽ സെക്രട്ടറി, AICCയുടെ സെക്രട്ടറി ശ്രീ മോഹനൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജബി മേത്തർ MP, CAP അനിൽകുമാർ MLA അവരുകളെ, കൽപ്പറ്റ MLA ബഹുമാനായ ശ്രീ T. സിദ്ദീഖ്, ബത്തേരി MLA ബഹുമാനായ ശ്രീ IC ബാലകൃഷ്ണൻ തുടങ്ങിയ വേദിയിലെ സമാദരണീയരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മളെ പ്രിയപ്പെട്ട നമ്മളെയൊക്കെ ഹൃദയത്തിൽ പതിപ്പിച്ചു വച്ചിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ 2ാമത്തെ വിജയത്തിന് ശേഷം ഞാൻ വയനാട്ടുകാരുടെ ഒപ്പമാണ്, ഞാൻ വയനാട്ടിലെ കുടുംബാംഗമാണെന്ന് എന്നും പറയപ്പെടുന്ന ശ്രീ രാഹുൽ ഗാന്ധി ഇതാ ഈ നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ച് നല്ല ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് അതിന് നമ്മോട് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മളെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമാദരണീയനായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ MP ശ്രീ രാഹുൽ ഗാന്ധിയെ ഞാൻ ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നിരവധിയായ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു, ഇവിടെ ശ്രീ KC വേണുഗോപാൽ MP സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, KPC പ്രസിഡന്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മുസ്ലിം ലീഗിൻ്റെ MP ശ്രീ വഹാബ് സാറുണ്ട്, മറ്റ് വേദിയിൽ നിരവധി നേതാക്കന്മാർ ഇരിക്കുന്നു. സമയപരിമിതി കൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 10,000-കണക്കായ പ്രവർത്തകരെ വയനാട് ജില്ലയ്ക്ക് വേണ്ടി, വയനാട് ജില്ലാ UDF കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജില്ലാ UDF ചെയർമാൻ ശ്രീ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ KK അഹമ്മദ് ഖാജിയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ MP രാഹുൽ ഗാന്ധി അവർകളെ, ഈ വേദി സമ്പന്നമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള
KPCCയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് എ സുധാകരൻ അവരുകളെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ പ്രതീക്ഷയായ VD സതീശൻ അവരുകളെ, മുസ്ലിം ലീഗിന്റെ ദേശീയ ട്രഷറർ കൂടിയായിട്ടുള്ള അബ്ദുൽ വഹാബ് MP അവരുകളെ, വേദിയിലെ ബഹുമാന്യരും പ്രിയങ്കരരുമായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തരായ നേതാക്കളെ, MLA-മാരെ, MP-മാരെ, മറ്റ് ജനപ്രതിനിധികളെ, ഈ സദസ്സ് ധന്യമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള വയനാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ, വിശിഷ്യ ജനാധിപത്യ മുന്നണിക്ക് കരുത്ത് നൽകുന്ന വോട്ടർമാരെ, ഈ അവസരത്തിൽ ഒരു പ്രസംഗത്തിന് ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിലാണ് നാം. കാരണം ഇന്ത്യ രാജ്യത്തിന് നേതൃത്വം നൽകാൻ, ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും അപകടപ്പെടുത്താൻ ആരെയും അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ ഈ ജനാധിപത്യ മുന്നണിക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക് നേതൃത്വം നൽകാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായ നമ്മുടെ പ്രിയപ്പെട്ട MP-യെ 2 തവണ ഈ പാർലമെന്റ് നിയോജകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വയനാട് പാർലമെന്റ് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം നിങ്ങളെ കാണുവാനും നിങ്ങളോട് നന്ദി പറയുവാനും നമ്മുടെ സ്വീകരണം ഏറ്റുവാങ്ങുവാനും ഇവിടെ എത്തിച്ചേർന്നെത്തിയുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നതിന് വേണ്ടി KPCCയുടെ പ്രസിഡന്റ് സുധാകരൻ അവരെ ക്ഷണിച്ചുകൊണ്ട് വിരമിക്കുന്നു. ജയൻ. ബഹുമാന്യനായ KPCCയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ K. സുധാകരൻ MP. വേദിയിലെ ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ രാഹുൽജി, ഹൈക്കമാൻഡ് നേതാക്കന്മാർ ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് എൻ്റെ പ്രിയര സഹോദരൻ, വേദിയിലെ മറ്റ് നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പൊതുയോഗത്തിൽ സന്തോഷവും പ്രയാസവും ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു ഓഡിയൻസാണ് ഈ ഓഡിയൻസ് എന്ന് എനിക്കറിയാം. സന്തോഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ വളർച്ച അത് ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വടവൃക്ഷം പോലെ വളരാൻ പോകുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം അഭിമാനവും സന്തോഷവുമാണ്. പക്ഷേ വയനാട് വിട്ടുപോകുന്ന രാഹുൽജി എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ അകത്ത് ദുഃഖം തളം കെട്ടുകയാണ്. നമ്മെ ഒഴിവാക്കി രാഹുൽ ഗാന്ധി പോകുന്നു എന്നൊരു ഫീലിംഗ് ആണ്. ഇന്ന് രാവിലെ ഞാൻ വരുന്ന വഴിക്ക് സംസാരിച്ചപ്പോൾ ഒരു വനിത എൻ്റെ മുമ്പിൽ കരഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളം വീഴുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ പ്രയാസം തോന്നി. അതുകൊണ്ട് ഏതായാലും നമുക്ക് ഒരു ഉയർച്ചയും വളർച്ചയും നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുകയാണ്. രാഹുൽജി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ കോടാനുകോടി ജനങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അംഗീകരിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. ആ വ്യക്തിത്വം എന്താണ്? ആ വ്യക്തിത്വം എല്ലാ ജനങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും, എല്ലാ മതത്തോടുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും, എല്ലാ സമൂഹത്തോടുമുള്ള അവരുടെ വികസനപരമായ കാഴ്ചപ്പാടും ഒക്കെ ജനം ഉള്ളിൽ തട്ടി അത് നെഞ്ചിലേറ്റിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 10,000 കിലോമീറ്ററൊക്കെ നടന്നു പോകുമ്പോൾ പല ആളുകളും ചോദിച്ചു, എന്തിനാണ് ഈ നടത്തം? ഇപ്പോ നമുക്ക് മനസ്സിലായോ ആ നടത്തത്തിന്റെ ഫലം എന്താണെന്ന്? അദ്ദേഹം പോയത് ഒരു രാഷ്ട്രീയ നേതാവാകാനല്ല, കോൺഗ്രസിന് അംഗീകാരം വാങ്ങിക്കൊടുക്കാനല്ല. അദ്ദേഹം പോയത് ജനമനസ്സിന്റെ അകത്ത് സ്നേഹത്തിന്റെ തൂലികയിൽ
മനുഷ്യ മനസ്സുകളെ ബന്ധിച്ച് സാമൂഹ്യ ജീവിതം ഭദ്രമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം നൽകാനാണ് എന്ന് നിങ്ങൾ ഓർക്കണം. എവിടെയും അദ്ദേഹം കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല, കോൺഗ്രസിനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞില്ല, എന്നെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞില്ല, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് സ്നേഹിക്കുന്ന ഇതൊക്കെ കമ്പോളം, ഈ കമ്പോളം വെറുപ്പിന്റെ കമ്പോളമാണ്. അവിടെ സ്നേഹത്തിന്റെ തൂലികയിൽ മനുഷ്യ മനസ്സുകളെ ബന്ധിക്കണമെന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയിലുള്ളതീളം പറഞ്ഞത്. അങ്ങനെ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിൽ വേറെയുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അതുപോലെ ജനമനസ്സിൽ അവിടെ സ്ഥാപിച്ചതാണ് അദ്ദേഹം. ഞാൻ അന്ന് പൊതുയോഗത്തിൽ പ്രസംഗിച്ചിരുന്നു, രാഹുൽ ഗാന്ധിയുടെ വളർച്ച ഇന്ത്യയെ നയിക്കുന്നിടത്തേക്കാണ് അദ്ദേഹത്തിന്റെ വളർച്ച. ഒരു സംശയവും ഉണ്ടായില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അദ്ദേഹം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരിക്കലും പിന്നോട്ടടിക്കാൻ സാധിക്കാതെ ജനകോടികളുടെ പിൻബലം വാങ്ങി, ജനകോടികളുടെ പിന്തുണ വാങ്ങി ജനമനസ്സിൽ ജീവിക്കുന്ന അനശ്വരനായ ഒരു രാഷ്ട്രീയ നേതാവായി പ്രിയപ്പെട്ട രാഹുൽജി മാറി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല, നമ്മൾ മനസ്സിൽ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്ത്യയെ നയിക്കേണ്ടുന്ന രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് നിൽക്കാൻ സാധിക്കില്ല. അതെല്ലാ ആളുകളും മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക. പ്രിയപ്പെട്ട രാഹുൽജിക്ക് എല്ലാ ഭാവങ്ങളും നേരുക. ഇന്ത്യൻ പോളിറ്റിക്സിൽ ഒരു അനശ്വര നേതാവായി രാഹുൽ ഗാന്ധി ഉയരാൻ പോകുമ്പോ അതിന്റെയൊക്കെ പിറകിൽ ഞാനും നിങ്ങളും പിന്തുണയുമായി പോകണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുക. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ അസംബ്ലിയിൽ പിണറായി വിജയനെതിരെ അസംബ്ലിക്കകത്തും പുറത്തും ഇടതുപക്ഷ ഭരണകൂടത്തിന്റെ ദുർഭരണത്തിനെതിരെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ. ഏറ്റവും പ്രിയങ്കരനായ രാഹുൽജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ പ്രിയങ്കരനായ നേതാവിന് രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച വയനാട്ടിലെ വോട്ടർമാരോട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഞാൻ നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സത്യത്തിൽ വ്യക്തിപരമായി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എനിക്ക് ഭീതിയായിരുന്നു, ഉത്കണ്ഠയായിരുന്നു. നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകും, എവിടെ എത്തും, നമ്മുടെ ഭരണഘടനയ്ക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ഭയമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മളെ എല്ലാം ഭരിച്ചിരുന്നത്. ഇന്ന് നമ്മുടെ ഉത്കണ്ഠ നീങ്ങി, നമ്മുടെ ഭയം നീങ്ങി, നമുക്കിപ്പോൾ പ്രതീക്ഷയുണ്ടായി. നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ അതിന് കാവലാളായി നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഉണ്ട്. അദ്ദേഹത്തോടൊപ്പം ഇന്ത്യ മുന്നണിയുടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിരവധി എംപിമാർ ഈ രാജ്യത്തെ ഏറ്റവും പ്രബലമായ പ്രതിപക്ഷമായി ഭരണപക്ഷത്ത് നേരെ വിരൽ ചൂണ്ടാൻ കഴിയുന്ന, അവരെ തിരുത്താൻ കഴിയുന്ന, എല്ലാ അധികാര പരിധികളും വിട്ട് അവർ യാത്ര ചെയ്താൽ അവരെ തടുത്തു നിർത്താൻ കഴിയുന്ന വലിയൊരു ജനാധിപത്യ ശക്തിയായി നമ്മൾ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. നമ്മൾ പുറകേക്കല്ല, നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ആ സഞ്ചരിക്കേണ്ട ദൂരം മുഴുവൻ നമ്മളെ നയിക്കാൻ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഉണ്ട് എന്ന് മാത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. ആ കരുത്തുറ്റ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഒന്നായി ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള പോരാട്ടം തുടരും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ബഹുമാന്യനും ആദരണീയനുമായ പാർലമെന്റ് അംഗവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ നേതാവ്, ഉജ്ജ്വല പാർലമെന്റേറിയൻ ബഹുമാന്യനായ PV അബ്ദുൽ വഹാബ് MP അവർ. പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രിയങ്കരനായ രാഹുൽജി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും ജനാധിപത്യ കേരളത്തിൻ്റെയും ആശംസകൾ നേരുന്നു.
നിങ്ങളുടെ സംസാരം ശ്രവിക്കാൻ കാത്തിരിക്കുന്ന ഇടയിൽ ഞാനെന്ത് തടസ്സമാകുന്നില്ല. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. വയനാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഉപഹാരം ബഹുമാന്യനും ആദരണീയനുമായ രാഹുൽ ഗാന്ധിക്ക് കൈമാറുകയാണ് ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ആത്മബലവും കരുത്തും നൽകുന്ന, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി ഇടപെടുകയും നിരീക്ഷിക്കുകയും വിലയിരുത്തൽ നടത്തുകയും ഇടപെടുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും കരുത്തായിട്ടുള്ള ജനാധിപത്യ കേരളം ദേശീയ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത, രാജ്യത്തെ ഊണും മുറക്കുമില്ലാതെ മുക്കുമൂലകളും മുഴുവൻ താണ്ടി ഈ രാജ്യത്തെ ജനാധിപത്യ ചേരിക്ക് ആത്മവിശ്വാസം പകരുന്ന പ്രഗത്ഭനായ നേതാവ്, പ്രിയങ്കരനായ നേതാവ് ശ്രീ KC വേണുഗോപാൽ MP അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രിയ നേതാവ് രാഹുൽജി, പ്രിയപ്പെട്ട PCC അധ്യക്ഷൻ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രിയപ്പെട്ട വഹാബ് MP, ഈ വേദിയിലെ ബഹുമാന്യരായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളെ, വയനാട്ടിലെ എത്രയും പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, 5 കൊല്ലം മുമ്പ് ഇതുപോലെ ജൂൺ മാസത്തിൽ വയനാട്ടിലെ ജനങ്ങളുടെ വൻപിച്ച പിന്തുണയോടുകൂടി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ട രംഗം നമുക്കറിയാം. അന്ന് നിങ്ങൾ നൽകിയ വൻപിച്ച ഭൂരിപക്ഷത്തിൻ്റെ ആവേശവും ആ പിന്തുണയും തുടർന്നുള്ള 5 കൊല്ലക്കാലത്തെ ത്യാഗനിർഭരമായിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജൈത്രയാത്രയിലൂടെ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് പുറപ്പെടുമ്പോൾ എല്ലാവരും പറഞ്ഞു അത് കേരളത്തിൽ വെച്ച് അവസാനിക്കും, ഇത് കേരളം കടന്നു പോകാൻ കഴിയില്ല. അത് കേരളവും കർണാടകയും തെലങ്കാനയും ആന്ധ്രയും മഹാരാഷ്ട്രയും ഒക്കെ കടന്ന് കാശ്മീരിൻ്റെ തെരുവീതികളിൽ പോലും അഭൂതപൂർവമായ പരിപാടിയായി മാറി. പിന്നീട് മണിപ്പൂരിൽ നിന്നും രാഹുൽജി ആരംഭിച്ചു ഒരു യാത്ര, അത് ബോംബെയിൽ അവസാനിപ്പിച്ചു. ഇതിനിടയിൽ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം ക്യാൻസൽ ചെയ്തു. അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് 2 ദിവസക്കാലം 3 ദിവസക്കാലം പൂർണ്ണമായും ചോദ്യം ചെയ്യിപ്പിച്ചു. 20ഓളം കേസുകളിൽ ഇന്ത്യയിലെ പല കോടതികളിലായി 20ഓളം കേസുകളിൽ കുടുക്കി. ഓരോ മാസവും ഓരോ കോടതിയുടെ മുമ്പാകെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കി കൊടുത്തു. നരേന്ദ്രമോദി വിചാരിച്ചത് മോഡി ഒന്ന് വിറപ്പിച്ചാൽ വിറച്ചു പോകുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്നുള്ളതായിരുന്നു. പക്ഷേ നരേന്ദ്രമോദിക്ക് ആളിനെ മനസ്സിലായത് ഇപ്പോൾ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു 400 സീറ്റുമായി ഞങ്ങൾ വരും. രാഹുൽ ഗാന്ധി ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വിദേശവാസത്തിന് പോകേണ്ടി വരും. മോഡിയും അമിത്ഷായും പറഞ്ഞതാണ്. എന്തെല്ലാമായിരുന്നു ഈ രാജ്യത്തിലെ പുകലുകൾ. പക്ഷേ 5 കൊല്ലം മുമ്പ് നിങ്ങൾ ജയിപ്പിച്ചപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ആശങ്കയുടെ കാർമേഘത്തിൽ നിന്നായിരുന്നു നമ്മൾ തുടങ്ങിയത്. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും പറഞ്ഞത് ഭരണഘടന ഞങ്ങൾ മാറ്റും, ഭരണഘടന ഭേദഗതി ചെയ്യുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഭരണഘടന ഭേദഗതി ചെയ്യുമെന്ന് പറഞ്ഞവരെ കൊണ്ട് ഭരണഘടന തലയിൽ തൊട്ട് സത്യം ചെയ്യിക്കേണ്ട അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചു എന്നുള്ളതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ വിശേഷം. വയനാട് നൽകിയ കരുത്ത് ചെറുതല്ല. എനിക്കറിയാം, അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നതുകൊണ്ട്, അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് വയനാട് എന്ന് പറയുന്ന പ്രദേശത്തിന്, ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടുത്തെ സംഘടനകൾക്ക്, ഇവിടുത്തെ സന്തോഷങ്ങൾക്ക്
വലിയ വലിയ സ്ഥാനമാണുള്ളത് എന്നുള്ളത് സംശയം വേണ്ട. അദ്ദേഹത്തെ കളിയാക്കി എല്ലാവരും. ഉത്തരേന്ത്യയിൽ നിന്ന് ജയിക്കാൻ കഴിയാതെ അദ്ദേഹം കേരളത്തിൽ വന്ന് ജയിക്കുകയാണ്. അമേഠിയിൽ പരാജയപ്പെട്ടു, വയനാട്ടിൽ ജയിക്കുന്നത് കേരളത്തിലായതുകൊണ്ടാണ്. മറ്റു പല കാര്യങ്ങളും പറഞ്ഞു, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു മനുഷ്യന് ഇത്രയേറെ വേട്ടയാടാൻ പറ്റുമോ? ആ വേട്ടയാടലിന്റെ പരമകോടിയിൽ നിന്നിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തിന് പ്രതീക്ഷ നൽകി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയത്. പക്ഷെ ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ വാരാണസിയും അയോധ്യയും സീതാപൂറും റായ്ബറേലിയും അമേഠിയും എല്ലാം അതിദയനീയമായി BJP പരാജയപ്പെട്ടപ്പോൾ ഏറ്റവും മധുരമായ പ്രതികാരം നരേന്ദ്രമോദിയോടും അമിത്ഷായോടും കാണിച്ചിട്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഈ വയനാട്ടിലെത്തിയിരിക്കുന്നതെന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. എന്തായിരുന്നു അയോധ്യ? ജനങ്ങളെ വിഭജിക്കാനുള്ള ആയുധമാക്കി വിശ്വാസത്തെ മാറ്റുന്ന അയോധ്യ. അവിടെ BJP ദയനീയമായി തോറ്റു. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അങ്ങാൻ വാരണാസിയിൽ നിന്നിരുന്നെങ്കിൽ മോഡിയുടെ സ്ഥിതി കട്ട പുകയായിരുന്നേനെ എന്നുള്ളതല്ല സ്ഥിതി. അത് അദ്ദേഹത്തിന്റെ ഭാഗ്യം. ഞങ്ങൾ അദ്ദേഹത്തെ പോലെ അഹങ്കാരമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ കഴിഞ്ഞ പോരാട്ടങ്ങളിൽ ഞാൻ പറഞ്ഞു, പ്രയാസത്തിന്റെ ദിവസങ്ങളിൽ ED ചോദ്യം ചെയ്യുമ്പോൾ നെഞ്ചുരുകുന്ന വേദനയുമായി വയനാട് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്നു. മെമ്പർഷിപ്പ് പാർലമെന്റിൽ നിന്നും പുറത്താക്കിയപ്പോൾ അതേ വികാരവുമായി വയനാട് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്നു. അദ്ദേഹത്തിന് ഔദ്യോഗിക വസതിയിൽ നിന്നും പിടിച്ചു പുറത്താക്കിയപ്പോൾ അതേ സങ്കടത്തോടെ വയനാട് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്നു. ആ സങ്കടവും പിന്തുണയും ആ ഐക്യദാർഢ്യവുമാണ് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നടത്തിയ കഠിനാധ്വാനം ഇപ്രാവശ്യവും പലതും പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. BJPക്കാരും നരേന്ദ്രമോദിയും ഒക്കെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത്, അവരുടെ ഭാഷയിൽ വിമർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലൊന്നും എനിക്ക് ആശങ്കയും വേദനയൊന്നുമില്ല. അത് അവർ പഠിച്ച പണിയാണ്. മറ്റു ചിലരും അത് പറഞ്ഞു എന്നുള്ളത് സങ്കടത്തോടു കൂടിയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ആ പറഞ്ഞവര് ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ പിൻവലിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അത് രാഹുൽ ഗാന്ധിയെ മുഖ്യശത്രുവായി കാണുന്ന രാഷ്ട്രീയം അത് BJPക്ക് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റുന്നതാണ് ഈ നാടിന്റെ നന്മയ്ക്ക് നല്ലത് എന്നുള്ളത് അവര് ബോധ്യപ്പെടണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് വിനീയമായിട്ടുള്ള അഭ്യർത്ഥന. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്, നിങ്ങളുടെ വലിയ പങ്കാളിത്തത്തിന്, നിങ്ങൾ ഏറ്റവും വലിയ സംഘാടന മികവിന്, ഈ വലിയ ഭൂരിപക്ഷത്തിന് വയനാട്ടിൽ നിങ്ങൾ ജയിപ്പിച്ചതിന് ഒരു ചെറിയ പ്രയാസമേ നമുക്കുള്ളൂ. ഇപ്പോൾ വയനാടിനേക്കാൾ ഭൂരിപക്ഷം ഇപ്രാവശ്യം റായ്ബറേലി നൽകിയിട്ടുണ്ട്. 4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം. മെജോറിറ്റി ഓഫ് വയനാട് ഈസ് ലെസ്സർ ദാൻ റായ്ബറേലി. ഐ ആം ടെല്ലിങ് ലിറ്റിൽ ബിറ്റ് ലെസ്സർ ദാൻ. അപ്പോൾ അതെന്തായാലും ഈ ഒരു പ്രതികൂല ഘട്ടങ്ങളിൽ നമ്മളെ ഒത്തിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ജനങ്ങളുണ്ട്. അതിൽ രാഷ്ട്രീയമില്ല. വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ കുറിച്ച് രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുൽജി ഹൃദയത്തോട് പിടിച്ച അവർക്ക് രാഷ്ട്രീയമില്ല. ആ ജനങ്ങളോട്, ഇവിടെ കഠിനാധ്വാനം ചെയ്ത ഐക്യ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകരോട്, ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത നേതാക്കളോട്, എല്ലാവരോടും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കൂടിയുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. ഈ യാത്ര ഒരു സംശയവും വേണ്ട, ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ഈ നേതാവിനെ കൊണ്ട് കൊടി പാറപ്പിക്കുന്നവരെ ആ പോരാട്ടം തുടരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, നമ്മുടെ നായകൻ സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. എല്ലാവരും കൈവീശി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ അഭിവാദ്യം ചെയ്ത് ഈ വയനാടിന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് രാഹുൽ ഗാന്ധിയെ ഈ ഡയസിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. ഇന്ത്യ മല പോലെ വന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തെ നെഞ്ചുവിരിച്ച് സ്നേഹം കൊണ്ട് തടുത്തു നിർത്താൻ നേതൃത്വം കൊടുത്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് തടുത്തു നിർത്താൻ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഒരൊറ്റ വാക്കുകൂടെ പറയുന്നു. നരേന്ദ്രമോദി ഈ വയനാട്ടിലേക്ക് 2 തവണ ഒരു നേതാവിനെ അയച്ചിരുന്നു. ആ നേതാവിന്റെ പേര് സ്മൃതി ഇറാനി എന്നാണ്. അവർ ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞത്, ഞാൻ അവിടെ രാഹുലിനെ പരാജയപ്പെടുത്തി,
നിങ്ങൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് തോൽപ്പിക്കണം, വലിച്ചെറിയണമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ വയനാട്ടിലെ ജനത അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് ഏറ്റെടുത്തപ്പോ സ്മൃതി ഇറാനിയെ അമേഠിയിലെ ജനങ്ങൾ വലിച്ചെറിയുന്നതായ രംഗമാണ് ഇന്ത്യൻ ജനാധിപത്യം കണ്ടത്. വയനാടിന്റെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ നിന്ന് രാപ്പകലില്ലാതെ വയനാടിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത നമ്മുടെ നായകൻ ശ്രീ രാഹുൽ ഗാന്ധി നമ്മളോട് അഭിസംബോധന ചെയ്യുകയാണ്. KC Venugopal ji, K. Sudhakaran ji, VD Satheesan ji, Ramesh Chenithala ji, Abdul Wahab ji, JB Mather ji, Anil Kumar ji, T. Siddiq ji, Appachan ji, Balakrishnan ji, Ahmad Haji ji, Shafi Parambil ji, Advocate Praveen Kumar ji, leaders of the Congress Party and the UDF on the stage, workers of the UDF, of the Congress Party, brothers and sisters, friends from the media, I'd like to welcome all of you here today. ഈ വേദിയിലിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പാർട്ടി പ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. I'd like to thank everybody in the UDF family, the workers, the leaders, all our supporters for the tremendous hard work that they did during the election. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ കഠിനാധ്വാനം ചെയ്ത എൻ്റെ UDF കുടുംബത്തിലെ എല്ലാ പാർട്ടി പ്രവർത്തകരെയും എല്ലാ നേതാക്കളെയും നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് വേണ്ടി ഈ വലിയ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. I'd also like to thank all the voters who supported us. Many people who are in the LDF supported us, so I'd like to thank every single person who supported me in my candidature. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സഹായിച്ച ഓരോ വോട്ടർമാരെയും, UDFന്റെ വോട്ടർമാരെ, അതുപോലെ തന്നെ LDFന്റെ ചില വോട്ടേഴ്സും നമ്മൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. When we began the election, the media which supports the BJP said that they would get 400 seats. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് മീഡിയ BJP ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ പറഞ്ഞു അവർക്ക് 400 സീറ്റുകൾ കിട്ടുമെന്ന്. In Hindi, the Prime Minister was saying 400 par. ഹിന്ദിയിൽ പ്രധാനമന്ത്രി പറയുകയായിരുന്നു 400 par, അതായത് 400-ലധികം സീറ്റുകൾ. All their senior leaders were saying 400 par, 400 par. അതുപോലെ തന്നെ BJPയുടെ ഏറ്റവും വലിയ മുതിർന്ന നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നു 400-ലധികം സീറ്റുകൾ, 400-ലധികം സീറ്റുകൾ. After 1 month, they started saying 300 par, 300 par. പക്ഷേ ഒരു മാസത്തിന് ശേഷം ഈ 400-ലധികം സീറ്റുകൾ വിട്ട ശേഷം അവർ പറയാൻ തുടങ്ങി 300-ലധികം സീറ്റുകൾ, 300-ലധികം സീറ്റുകൾ. After some time, 200 par, 200 par. അതും കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം 200-ലധികം സീറ്റുകൾ, 300-ലധികം എന്നുള്ളത് 200-ലധികം, 200-ലധികമായി. And everybody saw the result of the election. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ ശേഷം നമ്മൾ എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ കണ്ടതാണ്. This was not a normal election. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല. The India Alliance had the entire media against them. ഇന്ത്യ സഖ്യത്തിന് ഈ മുഴുവൻ മാധ്യമങ്ങൾ ഇന്ത്യ സഖ്യത്തിനെതിരായിരുന്നു. The CBI, the ED, the Enforcement Directorate, the entire administration was against us. ഇതുപോലെ CBI, രാജ്യത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് തുടങ്ങി എല്ലാ സംവിധാനങ്ങളും, എല്ലാ ഭരണ സംവിധാനങ്ങളും ഇന്ത്യ മുന്നണിക്കെതിരായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. The Election Commission designed the election to suit the Prime Minister's needs. പ്രധാനമന്ത്രിയുടെ ആവശ്യങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ രൂപകൽപ്പന ചെയ്തത് തന്നെ പ്രധാനമന്ത്രിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്. Months of campaigning and the final election in Varanasi. മാസങ്ങൾ നടന്ന പ്രചരണത്തിന് ശേഷമാണ് അവസാനം വാരണസിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ അത് ചിട്ടപ്പെടുത്തിയത്. The plan was a big drama.
ഈ പദ്ധതി എന്ന് പറയുന്നത് ഒരു വലിയ നാടകം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുക എന്ന വലിയ പദ്ധതിയാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്. Where in the end the Prime Minister's election would take place in Varanasi. അവസാനം പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വാരണാസിയിൽ നടക്കും. അങ്ങനെയാണ് ഇത് ചിട്ടപ്പെടുത്തിയത്. The Prime Minister on the last 2-3 days of the election broke the campaigning rule himself by going and meditating in Kanyakumari. അവസാനത്തെ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അദ്ദേഹം കന്യാകുമാരിയിൽ പോയി ധ്യാനം ചെയ്യുകയായിരുന്നു. Everybody else was told not to campaign, and the Prime Minister was allowed full media in his meditation. എല്ലാവരോടും അവസാന തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ എല്ലാവരോടും പറഞ്ഞു പ്രചരണം നടത്താൻ പാടില്ല. പക്ഷേ പ്രധാനമന്ത്രിക്ക് മാത്രം ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ അടുത്ത് അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. And after all this effort, the Prime Minister barely escaped losing in Varanasi. പക്ഷെ നിങ്ങൾക്കറിയോ, ഇതെല്ലാം ചെയ്തതിന് ശേഷം പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹം അവിടെ പരാജയപ്പെട്ടനെ. In fact, the BJP lost in Ayodhya. അതുമാത്രമല്ല, BJP അയോധ്യയിലും പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. They lost in Uttar Pradesh. അവർ ഉത്തർപ്രദേശിൽ പരാജയപ്പെട്ടു. And they lost because they were attacking the very idea of India. അവരെന്തുകൊണ്ടാണ് BJP പരാജയപ്പെട്ടത് നിങ്ങൾക്കറിയാമോ? BJP പരാജയപ്പെട്ടത് ഇന്ത്യ എന്ന ആശയത്തെ അവർ ആക്രമിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. In our constitution, India is called a union of states. നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യ, ഭാരതം എന്ന് പറയുന്നത് സ്റ്റേറ്റുകളുടെ, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. India is a union of states, of languages, of history, of culture, of religion, of tradition. ഭാരതം എന്ന് പറയുന്നത് ഭാരതം വിവിധ സംസ്ഥാനങ്ങളുടെ, വിവിധ പാരമ്പര്യങ്ങളുടെ, വിവിധ ചരിത്രങ്ങളുടെ, വിവിധ സംസ്കാരങ്ങളുടെ, വിവിധ ഭാഷകളുടെ ഒരു സമ്മേളനമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. Kerala has its own language. Tamil Nadu has its language. Bengal has its own language. Each one of these states have their own culture. Every single one of them has to be respected. കേരളത്തിന് കേരളത്തിൻ്റെതായ ഭാഷയുണ്ട്, തമിഴ്നാടിന് തമിഴ്നാടിൻ്റെതായ ഭാഷയുണ്ട്, ബംഗാളിന് ബംഗാളിൻ്റെതായ ഭാഷയുണ്ട്. അതുമാത്രമല്ല, ഈ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായ ചരിത്രവും പാരമ്പര്യവും ഉണ്ട്. ഈ എല്ലാ ചരിത്രങ്ങളും, ഈ എല്ലാ ഭാഷകളും, ഈ എല്ലാ സംസ്കാരങ്ങളും ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്. In fact, the idea of India is the respect of the other. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന ആശയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ, മറ്റുള്ളതിനെ, അപരരെ ബഹുമാനിക്കലാണ്. And the symbol of respecting the other is the Constitution of India. മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നതിന്റെ അടയാളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. This Constitution embodies the ideas, the traditions of our country. ഈ രാജ്യത്തിന്റെ ആശയങ്ങൾ, ഈ രാജ്യത്തെ രാജ്യമാക്കുന്ന ആശയം, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം, ഇതിന്റെ എല്ലാം മൂർത്തിമത് ഭാവമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. It guarantees fairness to all histories, traditions, cultures, communities and religions. ഈ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ സമുദായങ്ങൾക്കും, ഈ രാജ്യത്തെ എല്ലാ പാരമ്പര്യങ്ങൾക്കും, ഈ രാജ്യത്തെ എല്ലാ ചരിത്രങ്ങൾക്കും തുല്യതയും തുല്യാവകാശങ്ങളും ന്യായവും ഉറപ്പു നൽകുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന. Over the last 10 years, the BJP has attacked the Constitution. കഴിഞ്ഞ 10 വർഷങ്ങളായി എന്നാൽ BJP ഇന്ത്യയുടെ ഭരണഘടനയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. They attack the Constitution when they make one community fight with another community. ഒരു സമുദായത്തെ മറ്റൊരു സമുദായത്തിനെതിരെ പോരാടാൻ പ്രേരിപ്പിക്കുമ്പോൾ, അവർ അങ്ങനെ ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ ഭരണഘടനയെ അവർ ആക്രമിക്കുകയാണ്. They attack the Constitution when they try to impose one idea, one language, one culture on this country. ഈ രാജ്യത്തെ ഒരാശയവും ഒരു ഭാഷയും ഒരു സംസ്കാരവും അടിച്ചേൽപ്പിക്കാൻ BJP ശ്രമിക്കുമ്പോൾ അവർ ഇവിടുത്തെ ഭരണഘടനയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Before this election, BJP leaders clearly stated that they will destroy this constitution, change this constitution, throw this constitution in the rubbish bin. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയുടെ നേതാക്കൾ പറയുകയായിരുന്നു, അവർ അധികാരത്തിൽ വന്നാൽ അവർ ഈ ഭരണഘടനയെ നശിപ്പിക്കും, ഈ ഭരണഘടനയെ വലിച്ചെറിയും, ഈ ഭരണഘടനയെ ചവറ്റുകുട്ടയിലേക്ക് കളയും എന്ന് BJPയുടെ നേതാക്കൾ പറയുകയായിരുന്നു. The whole idea of 400 par was to change the constitution of India.
400-ലധികം സീറ്റുകൾ ഞങ്ങൾക്ക് വേണമെന്ന് BJP പറഞ്ഞതിന് പിന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ആശയം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ മാറ്റിമറിക്കുക, മാറ്റി എഴുതുക എന്നതായിരുന്നു. The 20th century is a visual century. ഇന്നത്തെ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ചിത്രങ്ങളുടെ, കാഴ്ചകളുടെ ഒരു നൂറ്റാണ്ടാണ്. Century of images, of television, of pictures. നമ്മൾ ഈ നൂറ്റാണ്ട് എന്ന് പറയുന്നത് നമ്മൾ കാഴ്ചകൾ കാണുന്നു, ചിത്രങ്ങൾ കാണുന്നു, TV കാണുന്നു. ആ ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. So it is quite appropriate that after saying that they will change the constitution, the Prime Minister was seen doing this to the Constitution of India. കാഴ്ചകളുടെ ഈ ലോകത്ത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഭരണഘടനയെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞ ശേഷം, തെരഞ്ഞെടുപ്പ് വിജയം വന്ന ശേഷം പ്രധാനമന്ത്രി ഭരണഘടനയെ ഇങ്ങനെ വന്ദിക്കുന്ന കാണുന്ന ആ ഒരു ചിത്രത്തിന് വലിയ പ്രത്യേകതയുണ്ട്. So India gave a very clear message to the Prime Minister of India. You cannot touch the constitution of this country. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യ പ്രധാനമന്ത്രിക്ക് വളരെ കൃത്യമായ ഒരു സന്ദേശം നൽകി. ഇന്ത്യയുടെ ഭരണഘടനയെ തൊട്ട് കളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന കൃത്യമായ സന്ദേശം ഇന്ത്യ നൽകി. And the truth is that what we have today is a crippled government. ഇന്ന് നമ്മൾ പറയുന്ന സത്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് പൂർണ്ണമായിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ല. ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. A government that has been beaten so badly by the Indian alliance that it cannot walk straight. കാരണം ഇന്ത്യ മുന്നണിയുടെ മാരകമായ ഒരു പ്രഹരമേറ്റ, അടിയേറ്റ ഒരു ഗവൺമെന്റ് ആണ് അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നേരെ നടക്കാൻ പോലും സാധിക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിലുള്ളത്. Certainly not a government that is going to capably lead this country. കാരണം ഈ രാജ്യത്തെ ശക്തിമത്തായ കഴിവുള്ള ഒരു ഗവൺമെന്റ് അല്ല, ഈ രാജ്യത്തെ മുൻപോട്ട് കൊണ്ടുപോയി നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഗവൺമെന്റ് അല്ല ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. The India Alliance and the Congress Party has also completely destroyed the idea of Mr. Narendra Modi. അതുമാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യമുന്നണിയും ചേർന്ന് നരേന്ദ്രമോദിയുടെ ആശയങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today, the Narendra Modi you see is a completely different Narendra Modi than before the elections. ഇന്ന് നിങ്ങൾ കാണുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ട നരേന്ദ്രമോദിയിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു നരേന്ദ്രമോദിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. The people of Wayanad supported me throughout the last 5 years. കഴിഞ്ഞ 5 വർഷങ്ങൾ മുഴുവൻ നിങ്ങൾ ഓരോരുത്തരും, വയനാട്ടിലെ ജനങ്ങൾ എന്നെ പരിപൂർണമായി ഉള്ള പിന്തുണ എനിക്ക് നൽകിയിട്ടുണ്ട്. I was traveling across the country and the people of Wayanad were supporting me throughout. ഞാൻ ഈ രാജ്യം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലയളവിൽ മുഴുവൻ വയനാട്ടിലെ ജനങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും എന്നെ പിന്തുണച്ചു. I was being interrogated by the ED for 55 hours. The people of Wayanad were supporting me throughout. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെ 55 മണിക്കൂറുകൾ ചോദ്യം ചെയ്തപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ എൻ്റെ കൂടെ നിന്നു, എന്നെ പിന്തുണച്ചു. The BJP gave me a jail sentence, a 2-year jail sentence, 20 plus cases, and the people of Wayanad were supporting me throughout. എനിക്ക് BJP ഒരു 2 വർഷത്തെ ജയിൽ ശിക്ഷ നൽകിയപ്പോൾ, 20-ലധികം കേസുകൾ എൻ്റെ പേരിൽ രാജ്യത്തൊട്ടാകെ ചാർത്തിയപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും എന്നെ പിന്തുണച്ചു, എൻ്റെ കൂടെ നിന്നു. BJP took away my house. I got letters from people in Wayanad saying, please come and live in our house. BJP എൻ്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റിയപ്പോൾ എനിക്ക് വയനാട്ടിലെ നിങ്ങളിൽ പലരും എനിക്ക് കത്തെഴുതി, ദയവ് ചെയ്ത് വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കൂ എന്ന് വയനാട്ടിൽ നിന്ന് കത്തെഴുതി. And so, throughout this period, you have supported me with your love, affection, and support. ഈ കാലയളവിൽ മുഴുവൻ നിങ്ങളുടെ സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്, ഇഷ്ടം കൊണ്ട് നിങ്ങൾ എന്നെ പിന്തുണച്ചു, എൻ്റെ കൂടെ നിന്നു. So, this is beyond elections. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇലക്ഷന്, തെരഞ്ഞെടുപ്പിന് അതീതമായ ഒരു ബന്ധമാണ്. I can say, I could have said, look, people of Wayanad supported me in my elections and gave me a big victory. ഒരുപക്ഷെ എനിക്ക് പറയാമായിരിക്കാം, തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ ജനങ്ങൾ എന്നെ പിന്തുണച്ചു, എനിക്ക് വലിയൊരു വിജയം നൽകി, അങ്ങനെയൊക്കെ എനിക്ക് പറയാം. But that is not the only thing that you have done.
പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എനിക്ക് നൽകിയ വിജയം അത് മാത്രമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. When I was struggling and fighting the government of India, all the institutions, all the agencies, you gave me your love and affection, which is much more important than the vote. ഞാൻ ഇന്ത്യ ഗവൺമെന്റിനോടെതിരെ കഷ്ടപ്പെട്ട് പോരാടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളും അവരെനിക്കെതിരെ ഉപയോഗിച്ചതിനെതിരെ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വാത്സല്യം, ഇഷ്ടം എനിക്ക് നൽകി. അത് നിങ്ങൾ നൽകിയ വോട്ടിനേക്കാളും വളരെയധികം വിലയുള്ളതാണ് എന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. So you treated me like a family member, and I can never thank you enough for that. നിങ്ങൾ എന്നെ ഒരു കുടുംബ അംഗത്തെ പോലെയാണ് കണ്ടത്. അതിന് നിങ്ങളോട് എന്നും എനിക്ക് സ്നേഹമുണ്ടായിരിക്കും. Even 20-30 speeches like this will not be good enough. നിങ്ങളോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ, നിങ്ങളോടുള്ള നന്ദിയെക്കുറിച്ച് പറയാൻ ഞാൻ 20-30 പ്രസംഗങ്ങൾ നടത്തിയാലും അത് മതിയാവില്ല. But I will remember it all my life. പക്ഷേ ഞാനിത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇതെൻ്റെ ഓർമ്മയിലുണ്ടായിരിക്കും. It was quite interesting to watch the election. In the beginning, the Prime Minister and all the BJP leaders were saying 400, then 300, then 200. നേരത്തെയും പറഞ്ഞതുപോലെ ഇലക്ഷൻ്റെ തുടക്കത്തിൽ ഭയങ്കര രസകരമായിരുന്നു നമ്മൾ ഇലക്ഷൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. ആദ്യം 400-ലധികം സീറ്റുകളെന്ന് പ്രധാനമന്ത്രിയും BJPയുടെ ആൾക്കാരും പറഞ്ഞു, പിന്നെ 300-ലധികം സീറ്റുകളെന്ന് പറഞ്ഞു, പിന്നെ 200-ലധികം സീറ്റുകളെന്നും പറഞ്ഞു. Then, towards the end of the election, the Prime Minister started having interviews with his friendly media houses. എന്നിട്ട് എന്താ പറ്റിയെന്നറിയോ? തെരഞ്ഞെടുപ്പിന്റെ അവസാനമായപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ മാധ്യമങ്ങളുമായിട്ട് ചില സംഭാഷണങ്ങളും അഭിമുഖങ്ങളും ഒക്കെ നടത്താൻ തുടങ്ങി. 3 or 4 sycophantic journalists would sit and the Prime Minister would talk to them. പ്രധാനമന്ത്രിയെക്കുറിച്ച് മുഖസ്തുതി നടത്തുന്ന 3-4 പത്രപ്രവർത്തകർ അവിടെ ഇരിക്കും. അവരോട് പ്രധാനമന്ത്രി അവരുടെ ഇടയിലിരുന്ന് സംസാരിക്കും. അങ്ങനത്തെ കുറിച്ച് അഭിമുഖങ്ങൾ അദ്ദേഹം ചെയ്തു. Same Prime Minister who has not done a press conference in the last 10 years was suddenly doing these interviews. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു പ്രസ് കോൺഫറൻസ്, ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്ത പ്രധാനമന്ത്രിയാണ് പെട്ടെന്ന് ഈ 3-4 ജേർണലിസ്റ്റുകളുടെ പത്രപ്രവർത്തകരുടെ ഇടയിലിരുന്ന് ഈ സംഭാഷണങ്ങൾ നടത്താൻ തുടങ്ങിയത്. Fantastic questions were coming. വളരെ മനോഹരമായിട്ടുള്ള ചോദ്യങ്ങൾ, വളരെ അതിശയകരമായ ചോദ്യങ്ങളാണ് ഈ പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത്. Somebody was asking the Prime Minister, how do you like to eat mangoes? ചിലര് പ്രധാനമന്ത്രിയോട് ചോദിക്കുകയാണ്, മാങ്ങ, അതായത് മാമ്പഴം താങ്കൾ എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? അതിലൊരു ചോദ്യമായിരുന്നു, do you like to cut the mango, or do you like to peel the mango, or do you like to suck the mango? നിങ്ങൾ ആ മാമ്പഴം മുറിച്ച് കഴിക്കാനാണോ താങ്കൾക്ക് ഇഷ്ടം, അതോ അതിന്റെ തൊലിയൊക്കെ ചെത്തിക്കഴിഞ്ഞ് കഴിക്കാനാണോ ഇഷ്ടം, അതല്ലാതെ മാമ്പഴം ഇങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം? അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. Somebody asked the Prime Minister, you know, there is a lot of inequality in India. What do you think about the fact that few people are becoming very rich and everybody else is becoming poor? മറ്റൊരാൾ ചോദിച്ചു, പ്രധാനമന്ത്രിയോട് ചോദിച്ചു, ഈ രാജ്യത്ത് വളരെയധികം അസമത്വമുണ്ട്, കുറേ ആളുകൾ വളരെയധികം സമ്പന്നരായി മാറുന്നു, പക്ഷേ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ അവർ ദരിദ്രരായി മാറുന്നു, എന്താണ് ഇതിന് കാരണം? താങ്കൾ അതിന് yes. And then the Prime Minister thought for 30 seconds, like thinking. And then he said, what do you want me to do? Do you want me to make everybody poor? അതുമാത്രമല്ല, ഈ ചോദ്യം കേട്ടോടെ പ്രധാനമന്ത്രി കുറേ നേരം ഇങ്ങനെയൊക്കെ ആലോചിക്കായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സമ്പന്നരായ മനുഷ്യരെല്ലാം ഞാൻ ദരിദ്രരാക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം. And then in the middle of this drama, the most fantastic thing he said. അത് മാത്രമല്ല, ഈ നാടകം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ മധ്യഭാഗമായപ്പോൾ അദ്ദേഹം ഏറ്റവും മനോഹരമായ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള അതിശയിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. One of the journalists asked him, how do you take such difficult decisions? ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്ര ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ താങ്കൾ എങ്ങനെയാണ് എടുക്കുന്നത്? Notice he didn't say intelligent decisions. He said difficult decisions. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പത്രപ്രവർത്തകൻ ചോദിച്ചത് താങ്കൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നല്ല, ഇത്രയും ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ താങ്കൾ എങ്ങനെ എടുക്കുന്നതെന്നാണ് ഈ പത്രപ്രവർത്തകൻ ചോദിച്ചത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. Like demonetization, like a bad GST. അതായത് നോട്ട് നിരോധനം, അതുപോലെ തന്നെ വളരെ വികലമായ ഒരു ചരക്ക് സേവന നികുതി നടപ്പിൽ വരുത്തി, ഇത്തരം ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. And the Prime Minister again thought about it, and then he answered, I don't take any decisions. പ്രധാനമന്ത്രി അതിനെപ്പറ്റിയും കാര്യമായിട്ട് ആലോചിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാനല്ല തീരുമാനങ്ങളൊന്നും എടുക്കുന്നത്, ഞാൻ ഒരു തീരുമാനങ്ങളും എടുക്കാറില്ല. He said,
God tells me what to do. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ തീരുമാനങ്ങൾ ഒടുങ്ങി എടുക്കുന്നില്ല, ദൈവം എന്നോട് പറയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്. I am not a biological person. ഞാൻ നിങ്ങളെയൊക്കെ പോലെ ജൈവശാസ്ത്രപരമായി ജീവശാസ്ത്രപരമായി ശരീരത്തിൽ നിന്നുണ്ടായ ഒരു മനുഷ്യനല്ല. ഇതാണ് അദ്ദേഹം. Everybody else in India is a biological person, has a mother and a father, but the Prime Minister said, no, I am not a biological person. ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ മനുഷ്യരും നമ്മൾ എല്ലാവരും എന്താണ് ജീവശാസ്ത്രപരമായി ഉണ്ടായവരാണ്, നമുക്ക് എല്ലാവർക്കും ഒരു അച്ഛനും അമ്മയുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി പറയുന്നു ഞാൻ അങ്ങനെ ഉണ്ടായതല്ല, ഞാൻ ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. And before I take a decision, God tells me what to do. ഞാൻ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവം എന്നോട് പറയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. I was thinking, what an interesting God the Prime Minister has. ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ത് രസകരമായ കൗതുകകരമായ ഒരു ദൈവമാണ് പ്രധാനമന്ത്രിക്ക് ഉള്ളതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. Every decision he tells him to take benefits Adani or Ambani. ഈ പ്രധാനമന്ത്രിയുടെ ദൈവം പ്രധാനമന്ത്രിയോട് എടുക്കാൻ പറയുന്ന എല്ലാ തീരുമാനം കൊണ്ട് ഗുണം ഉണ്ടാവുന്നത് ആർക്കാ? അദാനിക്കും അംബാനിക്കും. അങ്ങനെയുള്ള ഒരു ദൈവത്തെ വെച്ച് ഞാൻ എന്ത് രസകരമാണെന്ന് This ആലോചിക്കുക. Narendra Modi's God does not want to help farmers, does not want to help poor people, does not want to have workers, does not want to help unemployed youngsters, just wants to help Adani and Ambani. അത് എന്ത് കൗതുകകരമാണ്. ഈ നരേന്ദ്രമോദിയുടെ ദൈവത്തിന് ഈ രാജ്യത്തെ കർഷകരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത മനുഷ്യരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ രാജ്യത്തെ ദരിദ്രരായ മനുഷ്യരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ രാജ്യത്തെ തൊഴിലാളികളെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ ദൈവത്തിന് അദാനി അംബാനിയെ മാത്രം സഹായിക്കണമെന്നാണ് ആഗ്രഹമുള്ളത്. അത് വളരെ കൗതുകകരമാണ്. Imagine the arrogance of the Prime Minister. ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക പ്രധാനമന്ത്രിയുടെ ധാർഷ്ട്യം എത്ര മാത്രമാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. There are 1.4 billion people in India and the Prime Minister thinks he is different than all of them. ഈ രാജ്യത്ത് ഒരു 1.4 ബില്യൺ ജനങ്ങളുള്ളപ്പോൾ പ്രധാനമന്ത്രി ചിന്തിക്കുന്നു ഞാൻ ഈ മനുഷ്യരിൽ നിന്ന് എല്ലാം ഞാൻ വ്യത്യസ്തനാണെന്ന് ചിന്തിക്കുന്നത് എത്രമാത്രം അഹങ്കാരമാണ്, ധാർഷ്ട്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. I have a very different view. എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. For me, God is in all of you. പക്ഷേ എനിക്ക് പ്രധാനമന്ത്രിയുടെ ദൈവം ഇത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൈവം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. In every single person, in the voice of every single person. എൻ്റെ ദൈവം എന്ന് പറയുന്നത്, ഞാൻ കാണുന്ന ദൈവം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ മനുഷ്യരിലുമാണ്. ഈ രാജ്യത്തെ ഓരോ മനുഷ്യന്റെ ശബ്ദത്തിലുമാണ് എൻ്റെ ദൈവം ഇരിക്കുന്നത്. And this is the protector of the voice of all our people. ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദത്തെ സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ഈ എടുത്തു കാണിച്ച ഇന്ത്യൻ ഭരണഘടനയാണ്. So, of course, our work has only begun right now. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളുടെ ജോലി, നമ്മുടെ ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we have proposed a vision for the country in our manifesto. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ദർശനം, കാഴ്ചപ്പാട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. A pro-poor vision, a pro-farmer vision, a vision that will provide employment to millions and millions of youngsters. ഈ രാജ്യത്തെ കർഷകരോട് ചേർന്ന് നിൽക്കുന്ന, ഈ രാജ്യത്തെ ദരിദ്രരോട് ചേർന്ന് നിൽക്കുന്ന, ഈ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുന്ന ഒരു ദർശനം, കാഴ്ചപ്പാടാണ് അത് ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. And we have a very strong and vibrant opposition. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് വളരെ ശക്തമായ, സജീവമായ, സക്രിയമായ ഒരു പ്രതിപക്ഷം ഉണ്ട് എന്ന് കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we are going to make sure that the voice of the opposition pressurizes the government to act on our vision. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആ കാഴ്ചപ്പാട് അനുസരിച്ച് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ ശക്തമായ ഒരു പ്രതിപക്ഷമാണ് ഉണ്ടായിരിക്കും. ഞങ്ങൾ അത് ചെയ്യും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. There are also very fundamental issues in Wayanad. അതുപോലെ തന്നെ വയനാട്ടിൽ വളരെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട്. We all know what they are. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം. Night traffic, man-animal conflict, രാത്രിയാത്ര, medical college. രാത്രിയാത്രാ നിരോധനം, അതുപോലെ വന്യജീവി മനുഷ്യ സംഘർഷം, അതുപോലെ മെഡിക്കൽ കോളേജ്, ഈ പ്രശ്നങ്ങളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. And these are commitments that myself and the Congress party have made to you. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാനും
കോൺഗ്രസ് പാർട്ടിയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്ന അടിസ്ഥാന കാര്യങ്ങളാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we will make sure that we honor our commitments to you. ഞാൻ ഉറപ്പ് നൽകുകയാണ്, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, നിങ്ങൾക്ക് പ്രതിബദ്ധതയോടുകൂടി നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. I'd like to once again thank every single person in Wayanad for the love and affection that you have given me. വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന്, ഇഷ്ടത്തിന്, വാത്സല്യത്തിന് നിങ്ങളോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And many people are speculating Wayanad or Raebareli. ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം പലരും ഇങ്ങനെ ഊഹാപോഹങ്ങൾ നടത്തുകയാണ്. വയനാടാണോ റായ്ബറേലിയാണോ നിങ്ങൾ ആലോചിക്കുകയാണെന്ന് അറിയാം. Everybody knows the answer to this question except myself. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവർക്കും അറിയാം, പക്ഷെ എനിക്ക് മാത്രം അറിയില്ല. You know, in politics, everybody knows everything except the person who's doing it. നിങ്ങൾക്കറിയാം രാഷ്ട്രീയത്തിലെ എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷേ ആരാണോ ആ തീരുമാനം എടുക്കേണ്ടത് ആ വ്യക്തിക്ക് മാത്രം അറിയില്ല, പക്ഷെ ബാക്കി എല്ലാവർക്കും ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയാം. So, don't worry. Both Raebareli and Wayanad will be very happy with my decision. അതുകൊണ്ട് ഈ ചോദ്യത്തെ കുറിച്ചോർത്ത് വയനാട്ടിലുള്ള നിങ്ങൾ ആരും വിഷമിക്കേണ്ട. വയനാടും റായ്ബറേലിയും ഞാൻ എന്ത് തീരുമാനമെടുത്താലും നിങ്ങളെ രണ്ടുപേർക്കും സന്തോഷമുള്ള തീരുമാനമേ ഞാൻ എടുക്കുകയുള്ളൂ എന്ന് ഉറപ്പ് നൽകുന്നു. Thank you. നന്ദി. ബഹുമാന്യനായ ബഷീർ അലി തങ്ങൾ, ആദരണീയനായ ബഷീർ അലി തങ്ങൾ അവർകൾ, AP അനിൽകുമാർ MLA, IC ബാലകൃഷ്ണൻ MLA, വടകര പിടിച്ചെടുത്ത പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ MP, ജബി മേത്തർ MP, പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം, ബഹുമാന്യനായ AICC സെക്രട്ടറി PV മോഹൻജി, ബഹുമാന്യനും ആദരണീയ പ്രിയപ്പെട്ട KL പൗലോസ്, പ്രിയപ്പെട്ട K പ്രവീൺകുമാർ DCC പ്രസിഡന്റ്, പ്രിയപ്പെട്ട നമ്മുടെ മുൻ മന്ത്രി കൂടിയായ ജയലക്ഷ്മി, പ്രിയപ്പെട്ട തിരുവമ്പാടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്ന ബാബു പൈക്കാട്, KT മൻസൂർ, UDF-ന്റെ പ്രിയപ്പെട്ട ജില്ലാ നേതാക്കൾ, നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ട നേതാക്കൾ, പഞ്ചായത്ത് ബൂത്ത് UDF നേതാക്കൾ, കൽപ്പറ്റയിലെയും ബത്തേരിയിലെയും മാനന്തവാടിയിലെയും പ്രിയപ്പെട്ടതായിരിക്കുന്ന നേതാക്കന്മാർ തുടങ്ങിയ എല്ലാ ആളുകളുടെയും സാന്നിധ്യം എവിടെയുണ്ട്. അംസക്ക, PP ആലിക്ക, ശ്രീ ഐസക് ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യം പ്രത്യേകം എടുത്തു പറയുന്നു. ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ബഹുമാന്യനും ആദരണീയനുമായ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാനായിട്ടുള്ള ശ്രീ CP ചെറിയ മുഹമ്മദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ UDF-ന്റെ ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട KK വിശ്വനാഥൻ മാഷ് ഉൾപ്പെടെ എല്ലാവരും ഇവിടെയുണ്ട്.